ഇന്ത്യയിലെ മഹാന്മാരായ വിപ്ലവകാരികളിൽ അനശ്വരനായ വ്യക്തി. ഈയൊരു വാചകത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. സരോജിനി നായിഡുവിന്റെ വാക്കുകളല്ലേ? അതെ, പ്രശസ്തിയായ സരോജിനി നായിഡു ചരിത്രത്തിലെ ഒരു സുപ്രധാന വ്യക്തിത്വത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണിത്. താങ്കളൊന്ന് ചിന്തിച്ചു നോക്കൂ. അത്രമാത്രം വലിയൊരു വിശേഷണം, അതും കേവലം ഒരു വിപ്ലവകാരി എന്നല്ല, അനശ്വരനായ വിപ്ലവകാരി. കൃത്യം. അങ്ങനെ ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം എത്രത്തോളം സംഭവബഹുലമായിരിക്കണമെന്ന് ചിന്തിക്കാവുന്നതേയുള്ളൂ. ഇന്ന് നമ്മൾ ഈ വിശദമായ ആശയവിശകലനത്തിൽ അന്വേഷിക്കാൻ പോകുന്നത് ഒരു ഡോക്ടറുടെ ജീവിതമാണ്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരത്തിലെ രോഗങ്ങൾ മാറ്റാൻ പഠിച്ച ഒരു ഡോക്ടർ. അതെ, ആ ഡോക്ടർ പിന്നീട് ഒരു സമൂഹം മുഴുവൻ ബാധിച്ച വ്യവസ്ഥിതി എന്ന രോഗം മാറ്റാൻ എങ്ങനെയാണ് പുതിയ മരുന്നുകളും ചികിത്സാ രീതികളും കണ്ടെത്തിയത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. തീർച്ചയായും. കേരള നവോത്ഥാന നായകരിൽ പ്രമുഖനായ ഡോക്ടർ പൽപ്പു അഥവാ പത്മനാഭൻ പൽപ്പുവിന്റെ ജീവിതത്തിലേക്കും പോരാട്ടങ്ങളിലേക്കുമാണ് നമ്മൾ ഇന്ന് കടന്നു ചെല്ലുന്നത്. വളരെ കൃത്യമായൊരു നിരീക്ഷണത്തിൽ നിന്നാണ് നമ്മൾ ഈ പഠനം തുടങ്ങുന്നത് തന്നെ. താങ്കൾ ഈ വിവരങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. നമ്മൾ ഒരു വ്യക്തിയുടെ ജനനവും മരണവും വെറുതെ വായിച്ചു പോവുകയല്ല, മറിച്ച് ഒരാൾക്ക് തനിക്കെതിരെ നിൽക്കുന്ന ഒരു വലിയ യാഥാസ്ഥിതിക വ്യവസ്ഥിതിയോട് എങ്ങനെ പോരാടാൻ കഴിയും എന്നതിന്റെ ഏറ്റവും മികച്ചൊരു പാഠപുസ്തകമാണ് ഡോക്ടർ പൽപ്പുവിന്റെ ജീവിതം. ശരിയാണ്. തോൽവികളെ എങ്ങനെയാണ് വലിയ മാറ്റങ്ങൾക്കുള്ള ആയുധങ്ങളാക്കി മാറ്റേണ്ടത് എന്ന് അദ്ദേഹത്തിന്റെ ജീവിതം കാണിച്ചു തരുന്നുണ്ട്. അതെ, എനിക്ക് തോന്നുന്നത് ഒരു വലിയ പോരാട്ടത്തിന്റെ തുടക്കം പലപ്പോഴും വലിയ പ്രസംഗങ്ങളിൽ നിന്നോ വേദികളിൽ നിന്നോ അല്ല, മറിച്ച് സ്വന്തം വീട്ടിൽ നേരിടേണ്ടി വരുന്ന അപമാനങ്ങളിൽ നിന്നാണ് എന്നാണ്. ഡോക്ടർ പൽപ്പുവിന്റെ ജനനവും അദ്ദേഹത്തിന്റെ കുടുംബം നേരിട്ട വിവേചനങ്ങളും പരിശോധിക്കുമ്പോൾ അത് വ്യക്തമാകും. അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം ശരിക്കും എന്തായിരുന്നു? 1863 നവംബർ 2-നാണ് അദ്ദേഹം ജനിക്കുന്നത്. 1863. അതെ, തിരുവനന്തപുരത്ത് പേട്ടയിലെ നെടുങ്ങോട്ട് വീട്ടിൽ. മാതാപിതാക്കളുടെ പേരുകൾ ചരിത്രത്തിൽ വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അച്ഛന്റെ പേര് തച്ചക്കുട്ടി പൽപ്പു. അദ്ദേഹത്തെ മാതിക്കുട്ടി ഭഗവതി എന്നും വിളിച്ചിരുന്നു. മാതിക്കുട്ടി ഭഗവതി, ഓക്കേ. അമ്മ നെടുങ്ങോട്ട് വീട്ടിൽ പപ്പമ്മ. അവർ മാതപ്പെരുമാൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കൂടാതെ പൽപ്പുവിന്റെ ഭാര്യയുടെ പേര് ഭഗവതി എന്നായിരുന്നു. അപ്പോ അത്യാവശ്യം അറിയപ്പെടുന്നൊരു കുടുംബമായിരുന്നു അല്ലേ? അതെ, ഈ കുടുംബം സമൂഹത്തിൽ അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ളവരായിരുന്നു. എങ്കിലും അന്നത്തെ തിരുവിതാംകൂറിലെ ജാതി വ്യവസ്ഥയുടെ മുഴുവൻ ഭാരവും അവർക്ക് അനുഭവിക്കേണ്ടി വന്നു. ശരിക്കും ആ കുടുംബം നേരിട്ട അനീതികൾ കേട്ടാൽ താങ്കൾ അത്ഭുതപ്പെടും. പൽപ്പുവിന്റെ ജ്യേഷ്ഠൻ വേലായുധന്റെ കാര്യം തന്നെ എടുക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ആ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ ഈഴവ ബിരുദധാരിയായിരുന്നു വേലായുധൻ. അതായത് അക്കാലത്ത് സ്വന്തം സമുദായത്തിൽ നിന്ന് ഡിഗ്രി നേടിയ ആദ്യത്തെ വ്യക്തി. അതെ, തീർച്ചയായും ആ നാട് മുഴുവൻ അത് ആഘോഷിക്കേണ്ടതായിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? യാഥാർത്ഥ്യം വളരെ ക്രൂരമായിരുന്നു. സ്വന്തം സമുദായത്തിന് വിദ്യാലയങ്ങളിൽ പ്രവേശനമില്ലാതിരുന്നതുകൊണ്ട് ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ ചേർന്നാണ് അദ്ദേഹം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയത് തന്നെ. ഓ, അങ്ങനെയാണ് അദ്ദേഹം പഠിച്ചത്? അതെ, ഇത്രയും കഷ്ടപ്പെട്ട് ബിരുദം നേടിയിട്ടും സ്വന്തം നാട്ടിൽ അദ്ദേഹത്തിന് ഒരു ജോലി ലഭിച്ചില്ല. കാരണം അദ്ദേഹത്തിന്റെ ജാതി തന്നെയായിരുന്നു. കഷ്ടം തന്നെ. അവസാനം ഗതികെട്ട് നാടുവിട്ട ബ്രിട്ടീഷ് ഇന്ത്യയിൽ പോയാണ് അദ്ദേഹം ഒരു ഉദ്യോഗം സമ്പാദിച്ചത്. പോരാത്തതിന് അദ്ദേഹത്തിന്റെ അച്ഛന് സ്വന്തം നാട്ടിൽ വക്കീലായി പ്രാക്ടീസ് ചെയ്യാനും അന്നത്തെ അധികാരികൾ അനുമതി നിഷേധിച്ചിരുന്നു. അതായത് അച്ഛന് വക്കീലാകാൻ കഴിയില്ല, പഠിച്ച ജ്യേഷ്ഠന് ജോലി ലഭിക്കുന്നില്ല. നീതി നടപ്പിലാക്കേണ്ട നിയമവ്യവസ്ഥയും കഴിവംഗീകരിക്കേണ്ട ഭരണകൂടവും ഒരുപോലെ മുഖത്തടിക്കുന്നതുപോലെയാണ് അവരോട് പെരുമാറിയത്. തീർച്ചയായും. ആ അർത്ഥത്തിൽ ഈ വ്യവസ്ഥിതിയോട് പൽപ്പുവിന് തോന്നിയ ദേഷ്യം വളരെ സ്വാഭാവികമല്ലേ? 100%. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് പൽപ്പു തന്റെ വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുന്നത്. പഠനത്തിൽ വളരെ മിടുക്കനായിരുന്ന പൽപ്പു 1883 മെട്രിക്കുലേഷൻ പാസായി. തൊട്ടടുത്ത വർഷം, അതായത് 1884 വൈദ്യശാസ്ത്ര പ്രവേശന പരീക്ഷ എഴുതി ജയിക്കുകയും ചെയ്തു. ഒന്നു നിർത്തൂ, അതൊരു ചെറിയ കാര്യമല്ല. ഇന്നത്തെ കാലത്ത് തന്നെ മെഡിക്കൽ എൻട്രൻസ് പാസ്സാകാൻ കുട്ടികൾ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് എന്ന് താങ്കൾക്കറിയാമല്ലോ. അതെ അതെ. 1884 യാതൊരു വിധത്തിലുള്ള ആധുനിക പഠന സൗകര്യങ്ങളും ഇല്ലാതിരുന്നൊരു കാലത്ത് ഒരാൾ ആ എൻട്രൻസ് പാസ്സാകുന്നു പറഞ്ഞാൽ അദ്ദേഹം എത്രമാത്രം ബുദ്ധിമാനായിരിക്കണം
എന്നിട്ടവർ അദ്ദേഹത്തിന് പ്രവേശനം നൽകിയോ? അവിടെയാണ് തിരുവിതാംകൂർ ഭരണകൂടം തങ്ങളുടെ തനിനിറം വീണ്ടും കാണിച്ചത്. പരീക്ഷ പാസ്സായിട്ടും പ്രവേശന പട്ടികയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി. വീണ്ടും ജാതി. അതെ, അദ്ദേഹം ഈഴവ സമുദായാംഗമാണ് എന്നതൊഴിച്ചാൽ മറ്റൊരു കാരണവും അവർക്ക് പറയാനുണ്ടായിരുന്നില്ല. എന്നാൽ ഈ പ്രതിസന്ധിയിൽ അദ്ദേഹം തളർന്നില്ല. തിരുവിതാംകൂറിൽ പഠിക്കാൻ കഴിയില്ലെങ്കിൽ പുറത്തുപോയി പഠിക്കുമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ 1885 അദ്ദേഹം മദ്രാസ് മെഡിക്കൽ കോളേജിൽ പോയി ചേർന്നു. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, അന്നത്തെ കാലത്ത് മദ്രാസിൽ പോയി മെഡിസിന് പഠിക്കുക എന്ന് പറയുന്നത് വലിയ സാമ്പത്തിക ചെലവുള്ള കാര്യമല്ലേ? ഉദ്യോഗം നിഷേധിക്കപ്പെട്ട ഒരു കുടുംബത്തിന് അതെങ്ങനെ താങ്ങാൻ കഴിഞ്ഞു? വളരെ ശരിയായ ചോദ്യമാണ്. അവിടെയാണ് ഒരു സമുദായം മുഴുവൻ അദ്ദേഹത്തിന് പിന്നിൽ അണിനിരന്നത്. പലരിൽ നിന്നും സംഭാവനകൾ സ്വരൂപിച്ചാണ് അദ്ദേഹം മദ്രാസിലേക്ക് പോയത്. ക്രൗഡ് ഫണ്ടിംഗ്. അതെ, ക്രൗഡ് ഫണ്ടിംഗ് എന്ന വാക്ക് ഇന്ന് നമ്മൾ വളരെ സാധാരണമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും 1885 കേവലം ഒരു വിദ്യാർത്ഥിയുടെ പഠനത്തിനായി നടന്ന ആ ധനസമാഹരണം ഒരു വലിയ സാമൂഹിക മുന്നേറ്റമായിരുന്നു. ശരിയാണ്. കാരണം പൽപ്പു ഡോക്ടറാകേണ്ടത് ആ സമുദായത്തിന്റെ മുഴുവൻ ആവശ്യമായിരുന്നു. എന്നിട്ട് മദ്രാസിൽ നിന്ന് മെഡിക്കൽ ബിരുദം നേടിയ ശേഷം പൽപ്പു വീണ്ടും തിരുവിതാംകൂർ സർവീസിൽ ഉദ്യോഗത്തിന് അപേക്ഷിച്ചു, അല്ലേ? തന്റെ നാടിനെ സേവിക്കാൻ അദ്ദേഹം വീണ്ടും തയ്യാറായി. അതെ, പക്ഷേ വീണ്ടും അവഗണന, സ്വന്തം നാട്ടിൽ ഒരു വിലയുമില്ലാത്ത അവസ്ഥ. തുടർന്ന് 1890 ബ്രിട്ടീഷ് സർക്കാരിന്റെ കീഴിൽ വാക്സിൻ ഡിപ്പോ സൂപ്രണ്ടായി അദ്ദേഹം നിയമിക്കപ്പെട്ടു. അതെ, പിന്നീട് 1891 അദ്ദേഹം മൈസൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറി. ഇവിടെ ഒരു വലിയ വിരോധാഭാസം താങ്കൾ ശ്രദ്ധിക്കണം. എന്താണത്? സ്വന്തം നാട് ഒരു മെഡിക്കൽ പ്രവേശനം പോലും നിഷേധിച്ചപ്പോൾ മൈസൂരിലെ സർക്കാർ അദ്ദേഹത്തിന്റെ കഴിവ് തിരിച്ചറിഞ്ഞു. മൈസൂർ ഗവൺമെന്റിന്റെ ചെലവിലാണ് ഡോക്ടർ പൽപ്പു പിന്നീട് ഇംഗ്ലണ്ടിൽ പോയി ഉന്നത ബിരുദം നേടിയത്. വൗ, ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചു. അതെ, അങ്ങനെ വിദേശത്ത് പോയി ഉന്നത വിദ്യാഭ്യാസം നേടാൻ അവസരം ലഭിച്ച ആദ്യത്തെ തിരുവിതാംകൂർ ഈഴവനായ ഡോക്ടർ പൽപ്പു മാറി. സ്വന്തം രാജ്യം പുറന്തള്ളിയ ഒരു പ്രതിഭയെ മറ്റൊരു നാട് സ്വന്തം ചെലവിൽ പഠിപ്പിച്ച് വലിയ പദവിയിലിരുത്തി. ശരിക്കും മൈസൂരിൽ അദ്ദേഹത്തിന് വലിയ പദവിയും ശമ്പളവും ലഭിച്ചു. വേണമെങ്കിൽ അദ്ദേഹത്തിന് അവിടെ സുഖമായി ജീവിക്കാമായിരുന്നു. പക്ഷേ അവിടെ വെച്ചാണ് അദ്ദേഹത്തിന്റെ ചിന്ത മാറുന്നത് എന്നെനിക്ക് തോന്നുന്നു. തന്റെ ബാങ്ക് ബാലൻസും സ്വന്തം കുടുംബത്തിന്റെ സുരക്ഷിതത്വവും മാത്രമല്ല പ്രധാനം, സ്വന്തം നാട്ടിൽ ദുരിതമനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട് എന്ന തിരിച്ചറിവ്. അങ്ങനെ അദ്ദേഹം തന്റെ പോരാട്ടത്തിന്റെ രീതി മാറ്റുകയാണ്. അതെ, വ്യക്തിപരമായ അപേക്ഷകളിൽ നിന്നും മാറി വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. ആദ്യമൊക്കെ തന്റെ ജ്യേഷ്ഠന് ജോലി നിഷേധിക്കപ്പെട്ടതിനെയും തനിക്ക് പ്രവേശനം നൽകാതിരുന്നതിനെയും കുറിച്ച് വളരെ വിനയപൂർവ്വമുള്ള കത്തുകളായിരുന്നു അദ്ദേഹം അധികാരികൾക്ക് നൽകിയിരുന്നത്. പിന്നീട് തിരുവിതാംകൂർ ദിവാനെ നേരിട്ട് കണ്ട് അവർണരുടെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം നിവേദനം നൽകി. എന്നിട്ട് ദിവാൻ അത് കേട്ടോ? ഇല്ല, അന്നത്തെ ദിവാൻ യാഥാസ്ഥിതിക ബ്രാഹ്മണ മേധാവിത്വത്തെ അനുകൂലിക്കുന്നയാളായിരുന്നതുകൊണ്ട് ഇതൊന്നും മുഖവിലക്കെടുത്തില്ല. അപ്പോഴാണ് പൽപ്പുവിന് മനസ്സിലായത്, ഒറ്റപ്പെട്ട ശബ്ദങ്ങൾക്കിവിടെ വിലയില്ല, മറിച്ച് ജനങ്ങളുടെ ഒരു വലിയ ശബ്ദമുയർന്നു വരണമെന്ന്. അങ്ങനെയാണ് 1891 ചരിത്രപ്രസിദ്ധമായ മലയാളി മെമ്മോറിയൽ സംഭവിക്കുന്നത്. സർക്കാർ സ്കൂളുകളിലും ഉദ്യോഗങ്ങളിലും ഈഴവർ തുടങ്ങിയ സമുദായങ്ങൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന് വാദിച്ചുകൊണ്ട് നടന്ന ആ മുന്നേറ്റം. അതെ, വലിയൊരു മുന്നേറ്റം. ഈ മലയാളി മെമ്മോറിയലിൽ എത്ര പേരാണ് ഒപ്പിട്ടതെന്ന് താങ്കൾക്കറിയാമോ? കൃത്യം 1038 പേർ. ഞാൻ നേരത്തെ പറഞ്ഞ ക്രൗഡ് ഫണ്ടിങ്ങിന്റെ കാര്യം പോലെ തന്നെ എനിക്ക് അത്ഭുതം തോന്നുന്ന മറ്റൊരു കാര്യമാണിത്. പേരുടെ ഒപ്പു ശേഖരിക്കാൻ ഒരു ലിങ്ക് ഷെയർ ചെയ്താൽ മതി. പക്ഷേ 1891 യാതൊരുവിധ ആശയവിനിമയ സൗകര്യങ്ങളും ഇല്ലാത്ത ആ കാലത്ത് എങ്ങനെയാണൊരു കടലാസിൽ 10,000-ലധികം ആളുകൾ ഒപ്പിട്ടത്? അതാണ് ഡോക്ടർ പൽപ്പു എന്ന സംഘാടകന്റെ ഏറ്റവും വലിയ കഴിവ്. കാൽനടയായും കാളവണ്ടിയിലും സഞ്ചരിച്ച് ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ചെന്ന് ആളുകളെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തിയാണ് അവർ ഓരോ ഒപ്പും ശേഖരിച്ചത്. അതൊരു വലിയ അധ്വാനമാണ്. തീർച്ചയായും അത് കേവലം ഒരു ഒപ്പായിരുന്നില്ല, മാറ്റത്തിനു വേണ്ടിയുള്ള ജനങ്ങളുടെ വിയർപ്പായിരുന്നു. ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിച്ച ആ ഭീമഹർജിയിൽ ഒന്നാമത്തെ ഒപ്പ് KP ശങ്കരമേനോന്റേതായിരുന്നു. KP ശങ്കരമേനോൻ? അതെ. എന്നാൽ മൂന്നാമത്തെ ഒപ്പ് ഡോക്ടർ പൽപ്പുവിന്റേതായിരുന്നു എന്നത് ഈ മുന്നേറ്റത്തിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. അപ്പോൾ രാജാവിന് ഈ 10,000 പേരുടെ ഒപ്പ് കണ്ടപ്പോൾ എന്തെങ്കിലും മാറ്റം വരുത്താൻ തോന്നിയോ? നിർഭാഗ്യവശാൽ ഇല്ല.
രാജാവോ ദിവാനോ അതിനു വലിയ പ്രാധാന്യം നൽകിയില്ല. എന്നാൽ പൽപ്പു അവിടെയും നിർത്തിയില്ല. പ്രാദേശികമായ ഈ പ്രശ്നം ദേശീയ തലത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. 1895-ൽ പൂനെയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനം അദ്ദേഹം അതിനായി ഉപയോഗിച്ചു. ആ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന സോഷ്യൽ കോൺഫറൻസിൽ പൽപ്പുവിന്റെ സുഹൃത്തായ ബാരിസ്റ്റർ ജി.പി. പിള്ള ഈഴവരുടെ പ്രശ്നങ്ങൾ കൃത്യമായി അവതരിപ്പിച്ചു. അതായത് തിരുവിതാംകൂറിലെ അനീതികൾ ഇന്ത്യ മുഴുവൻ അറിയാൻ തുടങ്ങി. എന്നിട്ടും തിരുവിതാംകൂർ സർക്കാർ കണ്ണടച്ചിരുട്ടാക്കുകയായിരുന്നു അല്ലേ? അതെ. ഇതിന് മറുപടിയായിട്ടാണ് ഡോക്ടർ പൽപ്പു അടുത്ത പ്രഹരം നൽകുന്നത്. 1896 സെപ്റ്റംബർ 3-ന് മറ്റൊരു ചരിത്ര സംഭവം നടക്കുന്നു. അതാണ് ഒന്നാം ഈഴവ മെമ്മോറിയൽ. വളരെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ല്. ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ വീണ്ടും ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് ഒരു ഭീമഹർജി സമർപ്പിച്ചു. ഇതിൽ ഒപ്പിട്ടത് 13,176 പേരാണ്. ഇവിടെ ഞാൻ താങ്കളോടൊരു ചോദ്യം ചോദിക്കട്ടെ. എന്തായിരുന്നു ഈ ഒന്നാം ഈഴവ മെമ്മോറിയലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം? വെറുതെ കുറച്ച് ജോലിയോ സ്കൂളോ മാത്രമായിരുന്നില്ല ചോദിച്ചത്, അല്ലേ? അല്ല. അവിടെയാണ് ഡോക്ടർ പൽപ്പുവിന്റെ രാഷ്ട്രീയ ബുദ്ധി നമ്മൾ കാണേണ്ടത്. ഈ ഹർജിയിലെ പ്രധാന ആവശ്യം വളരെ ലളിതവും എന്നാൽ ഭരണകൂടത്തിന്റെ കാപട്യം തുറന്നു കാണിക്കുന്നതുമായിരുന്നു. എന്തായിരുന്നു അത്? തങ്ങളുടെ സമുദായത്തിൽ നിന്ന് ക്രിസ്തുമതത്തിലേക്ക് മാറിയവർക്ക് ഭരണകൂടം എന്തൊക്കെ അവകാശങ്ങൾ നൽകുന്നുണ്ടോ ആ അവകാശങ്ങളെങ്കിലും ഹിന്ദുമതത്തിൽ തുടരുന്ന തങ്ങൾക്ക് നൽകണം. അതായിരുന്നു ആവശ്യം. ഗംഭീരമായ ഒരു പോയിന്റ്. അതായത് ജനിച്ച മതത്തിൽ തുടർന്നാൽ തീണ്ടിക്കൂടാത്തവരും മതം മാറിയാൽ പെട്ടെന്ന് അവകാശങ്ങൾ ലഭിക്കുന്നവരുമായി മാറുന്ന ആ വിരോധാഭാസത്തെ, ആ അനീതിയെയാണ് അദ്ദേഹം കൃത്യമായി ചോദ്യം ചെയ്തത്. എത്രയും യുക്തിസഹജമായ ചോദ്യം. ഒരു പൗരന് സ്വന്തം വിശ്വാസത്തിൽ തുടർന്നുകൊണ്ട് ജീവിക്കാനുള്ള അവകാശമില്ലേ എന്ന് രാജാവിനോട് നേരിക്ക് ചോദിക്കുകയാണ്. ഇതിനെങ്കിലും ഒരു അനുകൂല മറുപടി കിട്ടിയോ? ഇല്ല. അന്നത്തെ ദിവാൻ ശങ്കര സുബ്ബയ്യർ ഈ ആവശ്യങ്ങൾ പൂർണ്ണമായി നിരസിച്ചു കളഞ്ഞു. തിരുവിതാംകൂറിലെ പാരമ്പര്യങ്ങൾ ലംഘിക്കാൻ കഴിയില്ല എന്നായിരുന്നു അവരുടെ നിലപാട്. ഇത്രയും ജനങ്ങളുടെ ശബ്ദത്തെ, അതായത് 13,176 പേരുടെ ആവശ്യകതയെ ഒരു ഭരണകൂടം ഇങ്ങനെ പുച്ഛിച്ചു തള്ളുന്നത് കാണുമ്പോൾ സാധാരണ ഒരാളാണെങ്കിൽ അവിടെ വെച്ച് ആയുധം വെച്ച് കീഴടങ്ങും. ശരിയാണ്. പക്ഷെ പൽപ്പു വിട്ടുനൽകാൻ തയ്യാറായിരുന്നില്ല. രാജാവ് കേൾക്കുന്നില്ലെങ്കിൽ രാജാവിന് മുകളിലുള്ള ആൾ കേൾക്കണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ 1900-ൽ വൈസ്രോയി കഴ്സൺ പ്രഭു തിരുവിതാംകൂർ സന്ദർശിച്ച സമയത്ത് അദ്ദേഹത്തിനൊരു ഹർജി സമർപ്പിച്ചു. അതെ, ഇതാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ, അല്ലെങ്കിൽ 1900-ലെ ഈഴവ മെമ്മോറിയൽ എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. പക്ഷേ എന്റെ സംശയം അതല്ല. ഇന്ത്യ മുഴുവൻ അധികാരം പ്രയോഗിച്ചിരുന്ന ബ്രിട്ടീഷുകാർക്ക് വിചാരിച്ചാൽ ഈ പ്രശ്നം വളരെ എളുപ്പത്തിൽ പരിഹരിക്കാമായിരുന്നില്ലേ? എന്നിട്ടും എന്തുകൊണ്ടാണ് ആ ഹർജിയും പരാജയപ്പെട്ടത്? താങ്കളുടെ സംശയം ന്യായമാണ്. ബ്രിട്ടീഷുകാർക്ക് അത് എളുപ്പത്തിൽ ചെയ്യാമായിരുന്നു. പക്ഷേ നാട്ടുരാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇത്തരം സാമൂഹിക മതപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ ബ്രിട്ടന് അന്ന് താൽപ്പര്യമില്ലായിരുന്നു. ഓ, അങ്ങനെയാണ് കാര്യങ്ങൾ. അതെ. തങ്ങളുടെ ഭരണത്തിന് കോട്ടം തട്ടാത്ത കാലത്തോളം നാട്ടുരാജാക്കന്മാർ എന്തു ചെയ്താലും അവർക്ക് പ്രശ്നമില്ലായിരുന്നു. അങ്ങനെ ആ ഹർജിയും പരാജയപ്പെട്ടു. അപ്പോൾ രാജാവിന് നൽകിയ ഹർജികൾ പരാജയപ്പെട്ടു, ബ്രിട്ടീഷ് വൈസ്രോയിക്ക് നൽകിയ ഹർജിയും പരാജയപ്പെട്ടു. നിയമപരമായ എല്ലാ വഴികളും അടഞ്ഞപ്പോൾ ഡോക്ടർ പൽപ്പു തന്ത്രം മാറ്റുകയാണ്. അദ്ദേഹം വിവരസാങ്കേതിക വിദ്യയെ, അഥവാ അക്കാലത്തെ പത്രമാധ്യമങ്ങളെ ആയുധമാക്കി. തിരുവിതാംകൂറിലെ അനീതികളെക്കുറിച്ച് അദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യൻ പത്രങ്ങളിൽ നിരന്തരം ലേഖനങ്ങൾ എഴുതാൻ തുടങ്ങി. ലോകം മുഴുവൻ ഈ നാടിന്റെ യഥാർത്ഥ മുഖം കാണിച്ചു കൊടുക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതെ, ആ സാഹിത്യ പോരാട്ടം തിരുവിതാംകൂർ സർക്കാരിന് വലിയ തലവേദനയായി മാറി. 1896-ൽ അദ്ദേഹം ഒരു പുസ്തകം തന്നെ പ്രസിദ്ധീകരിച്ചു. ട്രീറ്റ്മെന്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ എന്നായിരുന്നു അതിന്റെ പേര്. ട്രീറ്റ്മെന്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ. അതെ. ഈഴവ മെമ്മോറിയലിനെക്കുറിച്ച് പത്രങ്ങളിൽ വന്ന ലേഖനങ്ങളും അദ്ദേഹത്തിന്റെ സ്വന്തം കുറിപ്പുകളും ഹർജികളുടെ പകർപ്പുകളുമെല്ലാം ഉൾപ്പെടുത്തിയൊരു സമഗ്രമായ ഗ്രന്ഥമായിരുന്നു അത്. അധികം വൈകാതെ ഇതിന്റെ മലയാള പരിഭാഷയും പുറത്തിറങ്ങി. ഈ പുസ്തകം എങ്ങനെയാണ് ഒരു ഭരണകൂടത്തെ വിറപ്പിക്കുന്നത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു അത്. ഈ ഗ്രന്ഥങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും വ്യാപകമായി പ്രചരിച്ചതോടെ നാടിനകത്തും പുറത്തുമുള്ള മനുഷ്യർക്ക്
തിരുവിതാംകൂർ സർക്കാരിന്റെ നീതിരഹിതമായ മുഖം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു. തീർച്ചയായും. ഒരു വശത്ത് ധർമ്മരാജ്യമെന്ന് പറയുകയും മറുവശത്ത് സ്വന്തം ജനതയോട് കൊടിയ അനീതി കാണിക്കുകയും ചെയ്യുന്ന ഭരണകൂടത്തെ അദ്ദേഹം ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടി. അതിനു പുറമെ മദ്രാസ് നിയമസഭയിൽ ഈ വിഷയം ചോദ്യമായി ഉന്നയിക്കാനും ബ്രിട്ടീഷ് ഗവർണർക്ക് നേരിട്ട് നിവേദനം നൽകാനും അദ്ദേഹം നടത്തിയ അശ്രാന്ത പരിശ്രമങ്ങൾ ഒടുവിൽ ഫലം കണ്ടു. പുറത്തുനിന്നുള്ള സമ്മർദ്ദം കൂടിയപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ശ്രദ്ധ ഇതിൽ പതിഞ്ഞു. ഗത്യന്തരമില്ലാതെ തിരുവിതാംകൂർ സർക്കാരിന് തങ്ങളുടെ യാഥാസ്ഥിതിക നയങ്ങളിൽ ചെറിയ തോതിലെങ്കിലും അയവ് വരുത്തേണ്ടി വന്നു. ഇതുവരെയുള്ള സംഭവങ്ങൾ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു വലിയ കാര്യമുണ്ട്. ഹർജികളും അപേക്ഷകളും നിരന്തരം നിരസിക്കപ്പെട്ട കാലത്ത് ഡോക്ടർ പൽപ്പോ വളരെ വലിയൊരു സത്യം തിരിച്ചറിഞ്ഞു. എന്താണത്? അധികാരികളുടെ കരുണയ്ക്കായി എപ്പോഴും കൈനീട്ടി കാത്തുനിൽക്കുന്നതിൽ അർത്ഥമില്ല. അവകാശങ്ങൾ യാചിച്ചു വാങ്ങേണ്ടതല്ല, അത് നേടിയെടുക്കാൻ സ്വന്തമായി ഒരു വലിയ സംഘടനാശക്തിയായി മാറണം. വളരെ ശരിയാണ്. കേവലം ചില കടലാസുകളിലെ ഒപ്പുകൾക്ക് പകരം മനുഷ്യർ ഒരുമിച്ചു നിൽക്കുന്ന ഒരു വലിയ സ്ഥാപനം കെട്ടിപ്പടുക്കണം. ഈ തിരിച്ചറിവാണ് കേരള ചരിത്രത്തെ തന്നെ മാറ്റിയെഴുതിയ ഒരു വലിയ സംഘടനയുടെ രൂപീകരണത്തിലേക്ക് വഴിതെളിച്ചത്. കൃത്യമായി പറഞ്ഞു. ഈയൊരു ഘട്ടത്തിലാണ് ചരിത്രം മാറ്റിമറിച്ച ചില കൂടിക്കാഴ്ചകൾ സംഭവിക്കുന്നത്. ഡോക്ടർ പൽപ്പു മൈസൂരിൽ ജോലി ചെയ്യുന്ന സമയത്ത് മൈസൂർ ദിവാന്റെ വസതിയിൽ വെച്ച് അദ്ദേഹം സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടുന്നുണ്ട്. ഓ, സ്വാമി വിവേകാനന്ദനെ? അതെ. കേരളത്തിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് വിവേകാനന്ദനോട് വിശദീകരിക്കുന്നത് പൽപ്പുവാണ്. അതിന് പരിഹാരമായി ആത്മീയമായ പിൻബലമുള്ള ഒരു നേതാവിനെ മുൻനിർത്തി ജനങ്ങളെ സംഘടിപ്പിക്കാൻ വിവേകാനന്ദൻ നിർദ്ദേശിച്ചു. ഈ നിർദ്ദേശമാണ് പൽപ്പുവിനെ ശ്രീനാരായണ ഗുരുവിലേക്ക് അടുപ്പിക്കുന്നത്. അതൊരു വലിയ വഴിത്തിരിവായിരുന്നു. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുവിനെ സ്വാമി വിവേകാനന്ദനുമായി ആശയപരമായി കൂട്ടിച്ചേർക്കുന്ന കണ്ണിയെന്ന് ഡോക്ടർ പൽപ്പുവിനെ ചരിത്രം വിശേഷിപ്പിക്കുന്നത്. അവിടെയാണ് 1903 ആ ചരിത്രമുഹൂർത്തം ഉണ്ടാകുന്നത്. ഡോക്ടർ പൽപ്പുവിന്റെ സംഘടനാ പാടവവും ശ്രീനാരായണ ഗുരുവിന്റെ ആത്മീയ തേജസ്സും ഒന്നിച്ചു ചേർന്നപ്പോൾ SNDP യോഗം രൂപവത്കരിക്കപ്പെട്ടു. അതെ, അരുവിപ്പുറം ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം. നാരായണ ഗുരു, മഹാകവി കുമാരനാശാൻ, ഗോവിന്ദൻ ജഡ്ജി, ഡോക്ടർ പൽപ്പു എന്നിവർ കൂടിയാലോചിച്ചാണ് ഈ പുതിയ സംഘത്തിന് രൂപം നൽകിയത്. ഈഴവരുടെ ലൗകികവും അതുപോലെ തന്നെ മതസംബന്ധിയുമായ അത്യുന്നതിയായിരുന്നു ആ സംഘടനയുടെ പ്രധാന ലക്ഷ്യം. ഈ സംഘടന വെറുമൊരു കടലാസ് സംഘടനയായിരുന്നില്ല. ഇതിന്റെ നേതൃനിര നോക്കുക. യോഗത്തിന്റെ ആദ്യ അധ്യക്ഷനായി സാക്ഷാൽ ശ്രീനാരായണ ഗുരു സ്ഥാനമേറ്റെടുത്തു. ഉപാധ്യക്ഷനായി ഡോക്ടർ പൽപ്പുവും സെക്രട്ടറിയായി കുമാരനാശാനും ചുമതലയേറ്റു. ഇവിടെ നമ്മളൊരു കാര്യം ചിന്തിക്കണം. എത്ര വലിയ ആശയമുണ്ടെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ സാമ്പത്തികം വേണമല്ലോ. തീർച്ചയായും. കൃത്യമായ സാമ്പത്തിക പിൻബലമില്ലെങ്കിൽ ഒരു സാമൂഹിക മുന്നേറ്റവും വിജയിക്കില്ല എന്ന് ഡോക്ടർ പൽപ്പുവിന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ടുതന്നെ ആ യോഗത്തിന്റെ നടത്തിപ്പിനാവശ്യമായ ധനത്തിന്റെ സിംഹഭാഗവും മൈസൂരിൽ നിന്ന് ഡോക്ടർ പൽപ്പു തന്നെയാണ് പതിവായി നൽകി വന്നത്. അദ്ദേഹത്തിന്റെ ശമ്പളത്തിൽ നിന്നാണത് നൽകിയതല്ലേ? അതെ, തന്റെ ശമ്പളത്തിന്റെ വലിയൊരു ഭാഗം അദ്ദേഹം സമുദായത്തിനു വേണ്ടി മാറ്റിവെച്ചു. പണം മാത്രമല്ല, അവരുടെ ആശയങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു മാധ്യമം കൂടി വേണമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെയാണ് 1904 വിവേകോദയം എന്ന പേരിൽ ഒരു മുഖപത്രം ആരംഭിക്കുന്നത്. വിവേകോദയം. അതെ. ഘടനയിലൂടെയും പത്രത്തിലൂടെയും അവർ നിരന്തരം പോരാടി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഉദ്യോഗങ്ങളിലും അവർക്ക് പ്രവേശനം ലഭിക്കുന്നതിനും നിയമസഭയിൽ മതിയായ പ്രാതിനിധ്യം കിട്ടുന്നതിനും വേണ്ടി ഈ സംഘടന വലിയ രീതിയിൽ പ്രയത്നിച്ചു. ശരിക്കും വലിയ മാറ്റം. അപേക്ഷകരായിരുന്ന ഒരു ജനതയെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ പ്രാപ്തിയുള്ള ഒരു വലിയ ശക്തിയായി അദ്ദേഹം മാറ്റിത്തീർത്തു. സത്യത്തിൽ കേരളീയ നവോത്ഥാനത്തിന് ശക്തമായ ഒരു സംഘടനാ രൂപം നൽകിയത് ഡോക്ടർ പൽപ്പുവാണ്. ഒരു വ്യവസ്ഥിതിയെ തിരുത്താൻ മറ്റൊരു ശക്തമായ വ്യവസ്ഥിതി വേണമെന്ന് അദ്ദേഹം തെളിയിച്ചു. ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ പങ്ക് സമാനതകളില്ലാത്തതാണ്. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് ഒന്ന് വരാം. നീണ്ട കാലത്തെ സേവനത്തിനുശേഷം 1920 മൈസൂർ ഗവൺമെന്റ് സർവീസിൽ നിന്ന് അദ്ദേഹം വിരമിച്ചു. തുടർന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് നന്ദൻകോട്ട് വന്ന് താമസമാക്കി. ഒടുവിൻ 1950 ജനുവരി 25 അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത്. തങ്ങൾ ആ തീയതി ഒന്ന് ശ്രദ്ധിച്ചോ? 1950 ജനുവരി 25.
റിപ്പബ്ലിക് ദിനത്തിന്റെ തലേദിവസം. അതെ, നമ്മുടെ ഇന്ത്യ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് ആകുന്നതിന്റെ, ഭരണഘടന നിലവിൽ വരുന്നതിന്റെ തൊട്ടു തലേ ദിവസവുമാണത്. ഏത് ഭരണഘടനയാണോ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ജാതിയോ മതമോ നോക്കാതെ തുല്യ അവകാശങ്ങൾ ഉറപ്പു നൽകിയത്, ആ ഭരണഘടന പ്രാബല്യത്തിൽ വരുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് തന്റെ ജീവിതം മുഴുവൻ തുല്യതയ്ക്കായി പോരാടിയ ആ മനുഷ്യൻ വിടവാങ്ങിയത്. ശരിക്കും അത്ഭുതം തോന്നുന്നു. ചരിത്രം അദ്ദേഹത്തിന് നൽകിയ ഏറ്റവും കാവ്യാത്മകമായ ഒരു യാത്രയേപ്പായിരുന്നില്ലേ അത്? വളരെ ശരിയാണ്. ആ യാത്രച്ഛികത ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഒപ്പം അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ചും പൈതൃകത്തെക്കുറിച്ചും നമ്മൾ ഓർക്കേണ്ട ചില വിവരങ്ങൾ കൂടിയുണ്ട്. പറയൂ. ലോകപ്രശസ്തനായ വിഖ്യാത ചിന്തകൻ നടരാജഗുരു ഡോക്ടർ പൽപുവിന്റെ രണ്ടാമത്തെ മകനാണ്. പോരാട്ടത്തിന്റെ ആ ബൗദ്ധിക പാരമ്പര്യം അദ്ദേഹത്തിലൂടെയും തുടർന്നു. അതുപോലെ തന്നെ സമൂഹത്തിന് ഡോക്ടർ പൽപു നൽകിയ വലിയ സംഭാവനകളെ മുൻനിർത്തി അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഇന്ന് ഡോക്ടർ പൽപു അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ചരിത്രം അദ്ദേഹത്തിന് നൽകുന്ന ആദരവാണ്. അപ്പോ ഇന്നത്തെ ഈ പഠനത്തിലൂടെ നമ്മൾ കടന്നുപോയ കാര്യങ്ങൾ ഒന്നുകൂടി ഒറ്റവരിയിൽ സംഗ്രഹിച്ചാൽ, ഡോക്ടർ പൽപു വെറുമൊരു ഡോക്ടർ മാത്രമായിരുന്നില്ല. അതെ, മനുഷ്യരുടെ രോഗങ്ങൾ ചികിത്സിക്കുന്നതിനൊപ്പം സമൂഹത്തെ ഗ്രസിച്ച ജാതി വിവേചനമെന്ന വലിയ രോഗത്തെ അദ്ദേഹം ചികിത്സിച്ചു. 10,038 പേർ ഒപ്പിട്ട മലയാളി മെമ്മോറിയൽ, 13,176 പേർ ഒപ്പിട്ട ഒന്നാം ഈഴവ മെമ്മോറിയൽ, ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടത്തിയ സാഹിത്യ പോരാട്ടങ്ങൾ, ഒടുവിൽ SNDP യോഗമെന്ന മഹാപ്രസ്ഥാനത്തിന്റെ രൂപീകരണം. വെറുമൊരു അപേക്ഷകനിൽ നിന്ന് വിദ്യാഭ്യാസവും സംഘടനാ സംവിധാനവും നിയമപോരാട്ടവും സമന്വയിപ്പിച്ച ഒരു യഥാർത്ഥ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡറായി അദ്ദേഹം വളർന്ന കഥയാണ് നമ്മൾ കണ്ടത്. താങ്കൾ ഈ വിവരങ്ങൾ കേൾക്കുമ്പോൾ ഇതൊരിക്കലും കേവലം കുറച്ച് തീയതികളോ പേരുകളോ ആയി മാത്രം കാണരുത്. അറിവ് പ്രായോഗികമാക്കുമ്പോഴാണ് അതിന് മൂല്യമുണ്ടാകുന്നത്. ശരിയാണ്. നിങ്ങളുടെ പഠനത്തിനും ചിന്തകൾക്കും ഈ അറിവ് വലിയ രീതിയിൽ സഹായകമാകും. ഒരു പ്രതിസന്ധി വരുമ്പോൾ എന്തു ചെയ്യണമെന്നതിന്റെ കൃത്യമായ മാതൃകയാണ് ഡോക്ടർ പൽപുവിന്റെ ജീവിതം. അതെ. ഈ ആശയവിശകലനം അവസാനിപ്പിക്കുന്നതിനു മുൻപായി താങ്കളുടെ മനസ്സിലേക്കൊരു വലിയ ചോദ്യം കൂടി എറിഞ്ഞുതരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വ്യവസ്ഥിതി മുഴുവൻ നിങ്ങൾക്കെതിരെ നിൽക്കുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? അതൊരു വലിയ ചോദ്യമാണ്. ഒന്നുകിൽ ആ വ്യവസ്ഥിതിയോട് തോറ്റ് നിങ്ങൾക്ക് പിന്മാറാം, അല്ലെങ്കിൽ ഡോക്ടർ പൽപുവിനെ പോലെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ പുതിയൊരു വ്യവസ്ഥിതി തന്നെ കെട്ടിപ്പടുക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ഇന്നത്തെ ആധുനിക സമൂഹത്തിലും കാണാമറയത്ത് ഇത്തരം വിവേചനങ്ങളുടെ മതിലുകൾ ബാക്കിയുണ്ടോ? അങ്ങനെയെങ്കിൽ ആ മതിലുകൾ തകർക്കാൻ കെൽപ്പുള്ള ഇന്നത്തെ കാലത്തെ ഡോക്ടർ പൽപുമാരാരായിരിക്കും? ആ ഉത്തരം സ്വന്തമായി അന്വേഷിക്കാൻ താങ്കളെ പ്രേരിപ്പിച്ചുകൊണ്ട് തുടക്കത്തിൽ കേട്ട സരോജിനി നായിഡുവിന്റെ ആ വാക്കുകൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇന്ത്യയിലെ മഹാന്മാരായ വിപ്ലവകാരികളിൽ അനശ്വരനായ വ്യക്തി. അതെ, ആ അനശ്വരത വെറുതെ കിട്ടിയതല്ല, കാലങ്ങളോളം പൊരുതി നേടിയതാണ്. ഈ പുതിയ ചിന്തകളോടെ ഇന്നത്തെ ഈ വിശകലനം നമുക്കിവിടെ അവസാനിപ്പിക്കാം. നന്ദി.